ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാലട പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിങ്ക് പാലട പായസം നമ്മളിന്ന് റെഡിയാക്കി എടുക്കാം. ഇതാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്കിപ്പോൾ വിഷുവൊക്കെ വരുമല്ലേ, വിഷു ഓണത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പാലട പായസം. അപ്പോൾ നമുക്ക് കണ്ടാലോ അത് എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം ഫുൾ ഫാറ്റ് മിൽക്ക് ഞാൻ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും എടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക് വേണേ എടുക്കാനായിട്ട്. നല്ല ക്രീമി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ 1 ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു കടായിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഏതൊരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടോ അഥവാ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. പിന്നെ വിഷുവിനൊക്കെ എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഞാൻ ഏത് ബ്രാൻഡിൻ്റെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കാണെങ്കിൽ സിമ്പിളായിട്ട് എല്ലായിടത്തും കിട്ടും. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനാണ് കിട്ടുന്നത് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റി ആട്ടോ. അത് ടേസ്റ്റി നിബിൾസ് അതിൻ്റെ പേര്. ഇതാണ് നല്ല ബ്രാൻഡ്. അതിനകത്ത് പിന്നിലൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ പാലൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പാലട മിക്സി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതാണെങ്കിൽ 15 മിനിറ്റുള്ളിൽ നമുക്ക് വെന്ത് പാകത്തിന് നല്ല കുറുകി, ഇപ്പോൾ നമുക്ക് കണ്ടാൽ ഇങ്ങനെ തോന്നും ഒത്തിരി ലിക്വിഡായിട്ട് തോന്നുന്നു, പക്ഷേ നന്നായിട്ട് കുറുകി വരും കേട്ടോ. അതേ സൈഡിലൊക്കെ ആണെങ്കിൽ പാൽപ്പാടയൊക്കെ നമുക്ക് കെട്ടായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കകത്ത് ഇളക്കി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ലൊരു അടിപൊളി ക്രീമി നല്ലൊരു എമ്മി ടേസ്റ്റ്. ഈ തണുക്കുമ്പോൾ അതൊന്നും കൂടി തിക്കായി വരും കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് തിക്കാക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് ആകുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കണ്ട നല്ല കുറുകിയ പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.